ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ 2 കറികളാണ്. ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന 2 കറികളാണ്. അതിലാദ്യത്തേത് ഒരു ചെറുപയർ കുറുമയാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള, 3 പച്ചമുളക്, 1 അല്ലി വെളുത്തുള്ളി, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ചെറുപയർ തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെച്ചാൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഞാൻ തലേന്ന് രാത്രി തന്നെ കുതിർത്ത് വെച്ചതായിരുന്നു. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചമുളകും വെളുത്തുള്ളിയും സവാളയും ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി ചെറുതാണെങ്കിൽ 2 അല്ലി എടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒരു 1/2 കപ്പ് വെള്ളവും ചേർത്ത് കുക്കർ അടച്ച് ഒരു 3 വിസിലാവുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. 3 വിസിൽ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തിട്ടതാണ്. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചെറുപയർ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്നിത് ഉടച്ചു കൊടുക്കണം. മുഴുവനായിട്ട് ഉടയൊന്നും വേണ്ട, കുറച്ച് നേരം ഒന്ന് ഉടച്ചതിന് ശേഷം നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് തേങ്ങ ചിരവിയിൽ നിന്നും എടുത്തിട്ടുള്ള പാലാണ്. ഒന്ന് അടിഞ്ഞു വരാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തൊന്ന് മിക്സിയിൽ അടിച്ചാൽ മതി. ഒരുപാട് തിക്കായിട്ടുള്ളൊരു പാലല്ല, എന്നാലും അത്യാവശ്യം തിക്നെസ് ഉള്ള പാലന്നെ എടുക്കണം. അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവുണ്ട്, അപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് ഞാൻ ലാസ്റ്റ് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അത് ഫ്രഷ് ക്രീമാണ്. സാധാരണ എല്ലാവരും ചേർക്കാറുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അമൂലിൻ്റെ ഫ്രഷ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഡിഫറൻസ് ഉണ്ടാവും ടേസ്റ്റിന്. സാധാരണ തേങ്ങാപ്പാൽ മാത്രം ഒഴിച്ചതും ഇത് ചേർത്തിട്ടുള്ളതും നല്ല ഡിഫറൻസ് ഉണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്യാത്തവർ എന്തായാലും ഇങ്ങനെ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി താളിച്ച് ഒഴിക്കാൻ മാത്രമേ ഉള്ളൂ. ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ ഓഫ് ചെയ്തതാണ്. ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി കറിവേപ്പിലയും ഒരു 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ല ടേസ്റ്റാണ് ഈ കറി. പത്തിരിക്കും പുട്ടിനും ചപ്പാത്തിക്കും ഒക്കെ നമുക്ക് കോംബോ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കറിയാണ്. നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഈ ഒരു തിക്നെസ്സിലാണ് എടുക്കാറ്. ഇനി കുറച്ചും കൂടെ ലൂസായിട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ തേങ്ങാപ്പാലിൻ്റെ അളവ് കൂട്ടി കൊടുത്താൽ മതി. അപ്പം അടിപൊളി ടേസ്റ്റുള്ള നമ്മുടെ ചെറുപയർ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നെക്സ്റ്റ് റെസിപ്പി നോക്കാം. ഇതൊരു ഈസി മുട്ടക്കറിയാണ്. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന മുട്ടക്കറിയാണ്. 2 പുഴുങ്ങിയ മുട്ട, ഒരു സവാള ചോപ്പ് ചെയ്തത്, പച്ചമുളക്, തക്കാളി, കറിവേപ്പില, ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. നല്ല തിന്നായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത്. ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ആയാലും മതി. ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ച് വഴണ്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്ന് 2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നന്നായിട്ട് വഴണ്ട് കിട്ടും. സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി പച്ചമുളകും തക്കാളിയും ഇട്ട് കൊടുക്കാം. ഒരു തക്കാളിയാണ് ഞാൻ എടുത്തത്. ഇപ്പോൾ 2 മുട്ട വെച്ചിട്ടാണ് ചെയ്യുന്നത്. 2 ആക്കിയുള്ള കറി ഉണ്ടാവുള്ളൂ. നിങ്ങൾ കൂടുതൽ കറി ഉണ്ടാക്കുമ്പോൾ ഇൻഗ്രീഡിയൻസ് ഒക്കെ കൂട്ടിയെടുത്താൽ മതി. അതും നന്നായിട്ട് സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക. നന്നായിട്ട് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ടെല്ലാം. ഇനി അതിലേക്ക് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കണം. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂണും മുളക് പൊടി 1/2 ടീസ്പൂണും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തത്. ഒരുപാട് എരിവുള്ളൊരു കറിയല്ല ഇത്. എരിവ് കുറവായിരിക്കും. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളകിൻ്റെയോ പച്ചമുളകിൻ്റെയോ അളവ് കൂട്ടിയാൽ മതി.
മസാല ഒന്ന് മൂത്ത് വരുന്നവരെ വഴറ്റി കൊടുക്കാം. അതിലേക്കൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് അടച്ചു വെക്കാം. 1-2 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കറിയൊക്കെ ഒന്ന് കുറുകി വരാൻ വെയിറ്റ് ചെയ്യാം. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 2 മുട്ട കഷ്ണങ്ങളാക്കിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. മുഴുവനോടെ വരഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ആകുമ്പം ഇതിൽ മുട്ട കഴിക്കാൻ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഈ മുട്ടയിലൊക്കെ മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് നമുക്ക് മൂടി വെക്കാം. അപ്പോൾ എല്ലാം നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഒരു 1/2 കപ്പ് തേങ്ങാപ്പാലാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ച് കുറുകിയ തേങ്ങാപ്പാൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇൻസ്റ്റൻറ്റ് മിൽക്ക് പൗഡർ ആണെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണ് മിൽക്ക് പൗഡർ ഒരു 1/2 കപ്പ് വെള്ളത്തിലൊന്ന് കലക്കിയെടുത്താൽ മതി. ഒരു പിഞ്ച് ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് മൂടി വെക്കാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യണത്. കറിയൊക്കെ നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഈ കറി. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. കട്ടിപ്പത്തിരിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഞങ്ങൾ സ്ഥിരമായിട്ട് ഉണ്ടാക്കുക കട്ടിപ്പത്തിരിൻ്റെ കൂടെയാണ്. ഈ പത്തിരിൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ഇതേപോലെ മുട്ടക്കറി ഉണ്ടാക്കാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. കുറച്ച് മല്ലിയിലൊക്കെ ഒന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 2 റെസിപ്പീസും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യാനൊന്നും മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.